എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യോഹന്നാൻ 1:4-5 വാക്യങ്ങൾ. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2 പ്രധാന ചിന്താവിഷയങ്ങളാണ് ജീവനും വെളിച്ചവും. സൃഷ്ടിക്ക് ഹേതുവായതും പ്രപഞ്ചത്തിൽ വെളിച്ചത്തിന് കാരണമായതും വചനമെന്ന ദൈവമായിരുന്നു. വചനമാണ് ജീവദാതാവ്. 2 തവണ താൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ ജീവൻ ഉള്ളിൽ വഹിക്കുന്നതിലൂടെയാണ് മനുഷ്യർക്ക് വെളിച്ചത്തിൻ്റെ മക്കളാകാൻ കഴിയുന്നത്. യോഹന്നാൻ 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്ന വെളിച്ചത്തിൻ്റെ മക്കളാകാൻ കഴിയാത്തവർ ഇരുട്ടിൻ്റെ മക്കളായി നാശോന്മുഖരും ഇടറുന്നവരുമൊക്കെ ആയിത്തീരും. വെളിച്ച മക്കൾ ആകാൻ കഴിയുന്ന ജീവിത സൗഭാഗ്യം നമ്മൾ നേടിയെടുക്കണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒന്ന്, ജീവൻ എന്നാൽ നിത്യജീവനാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്കാണ് നശിച്ചു പോകാത്ത നിത്യജീവൻ ഉണ്ടാകുന്നത്. മാലിന്യം, നാശം, മരണം, ന്യായവിധിയിലൂടെ നിത്യശിക്ഷ എന്നിവയ്ക്കുള്ള മറുമരുന്നാണ് നിത്യജീവൻ. ഏകജാതനിൽ വിശ്വസിക്കുന്നവർക്ക് മരണം പോലും അന്ത്യമോ നാശമോ അല്ല. അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ന്യായവിധിക്ക് വേണ്ടിയല്ല. അത്തരം നിത്യജീവന്റെ സ്വീകർത്താക്കൾ ഈ ഭൂമിയിലെ ജീവിതം ദൈവീക സമൃദ്ധിയിൽ ആഘോഷിക്കും. നിത്യതയുടെ പ്രകാശത്തിൽ മാലിന്യപ്പെടാത്തവരായി ധാർമ്മിക വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ സമൃദ്ധിയാണ് അങ്ങനെയുള്ളവർ അനുഭവിക്കുക. യേശുവിൽ വസിക്കുക എന്നാൽ യേശുവിനെ ദൈവപുത്രനായി വിശ്വസിക്കുക എന്നതാണ് പ്രാഥമികമായ അർത്ഥം. യേശുവിൻ്റെ വചനങ്ങൾ സത്യമാണെന്നും അവയാണ് ജീവന്റെ ആധാരമെന്നും വിശ്വസിക്കുന്നതാണ് അനിവാര്യം. മറ്റൊന്ന്, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർ അവങ്കൽ നിന്ന് നിത്യവും പ്രകാശം സ്വീകരിക്കുന്നവരാണ്. സ്വീകരിക്കുന്ന ദൈവ വെളിച്ചത്തെ അവർ ചുറ്റുപാടുകളിൽ പ്രകാശിപ്പിക്കും. താൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് അവകാശപ്പെട്ടവൻ തൻ്റെ ശിഷ്യർ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും ഓർമ്മിപ്പിച്ചു. അന്ധകാരം തിങ്ങി നിറയുന്ന ലോക സാഹചര്യങ്ങളിൽ ഈ വിളക്കുകളാണ് പാത തെളിയിക്കുന്നത്. അന്ധകാരത്തിന് കീഴടക്കാൻ കഴിയാത്ത, ശോഷണമില്ലാത്ത പ്രകാശങ്ങളാകാൻ സത്യപ്രകാശത്തിൻ്റെ അനന്ത സ്രോതസ്സിലേക്ക് നമ്മൾ ബന്ധപ്പെട്ടിരിക്കണം. അന്ധകാരം എന്നത് വെളിച്ചത്തിൻ്റെ അഭാവമാണ്. വെളിച്ചത്തിൻ്റെ അഭാവം യേശുവിനെ തിരസ്കരിക്കുന്നത് കൊണ്ടാണ്. ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വെളിച്ചത്തിൻ്റെ മക്കളും ഇരുളിൻ്റെ മക്കളും എന്ന 2 സാധ്യതകൾ മനുഷ്യരുടെ മുൻപിൽ ഉണ്ട്. അതങ്ങനെ നിലനിൽക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പാണ് സാധ്യതകളെ നിശ്ചയിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിൻ്റെ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ഈ ലോക ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ ആഘോഷം ദൈവബന്ധത്തിൽ നാം അനുഭവിക്കുന്ന ധാർമ്മികവും ദർശനപരവുമായ ഉൾബലമാണ് എന്നതും നമ്മൾ തിരിച്ചറിയണം. യേശുക്രിസ്തുവിനോടുള്ള സജീവമായ ബന്ധം നമുക്ക് ഒരുക്കിത്തരുന്ന ഈ ലോകത്തിലെ സമൃദ്ധമായ ജീവനും ഒരിക്കലും നിലച്ചു പോകാത്തതുമായ ജീവനും നമ്മെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തിൽ നിന്ന് മന്യപ്പെട്ട ജീവന സമൃദ്ധികൾ മരണമാണ് പങ്കുവയ്ക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യണം. യേശുക്രിസ്തുവിൽ നിന്നും പ്രാപിക്കുന്ന വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നത്. ദൈവിക പ്രകാശത്തെ പ്രതിഫലിപ്പിക്കത്തക്ക വിധം, ദൈവിക പ്രകാശരശ്മികൾ എടുക്കത്തക്ക വിധം
നമ്മുടെ സ്ഥാനം നമ്മൾ ദൈവം മുൻപാകെ ക്രമീകരിക്കുന്നുണ്ടോ എന്നത് ചിന്തനീയമാണ്. സത്യപ്രകാശമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇരുട്ടിൻ്റെ ഗർത്തങ്ങളിൽ അമർന്നു പോകാതെ വെളിച്ചത്തെ പിൻപറ്റാൻ, വെളിച്ച തീരങ്ങളിൽ അണയുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങയിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് അത് പരത്തുന്നവരായി, പകർന്നു നൽകുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വെളിച്ചത്തിൻ്റെ മക്കളെന്ന ശ്രേഷ്ഠമായ പദവി അംഗീകരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ അനുഭവങ്ങൾ കർത്താവ് നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.